അപ്പോൾ ഇത് കണ്ടില്ലേ ബാക്കിലിരിക്കുന്ന സോളാർ, ഇത് 6 മാസത്തിന് മുകളിലായിട്ട് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് വെച്ച സമയത്ത് 21 കിലോ വാട്ട് കറണ്ട് ഡെയിലി നമുക്ക് ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞൊരു 3 യൂണിറ്റിൻ്റെ കുറവ് ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ സോളാറിൻ്റെ വെച്ച ടീമിനോട് ചെക്ക് ചെയ്തപ്പോൾ അവരാ പറഞ്ഞത് പൊടി ഉണ്ടെങ്കിൽ പ്രൊഡക്ഷൻ കുറയുമെന്ന്. നമ്മളെ റോഡ് സൈഡിലായതുകൊണ്ട് റോട്ടിൽ നിന്ന് ഒരുപാട് പൊടി ഇങ്ങോട്ട് അടിച്ച് കയറുന്നത് ഇടാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ സോളാർ വെച്ചതിൻ്റെ ഇത്രയും കാലത്തെ റിവ്യൂ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇത് കൂടണ്ടോന്ന് നോക്കാം. കണ്ടില്ലേ ഭയങ്കരമായിട്ട് പൊടിയും ചെളിയായിട്ടുണ്ട് കേട്ടോ. 6 മാസമായിട്ടുള്ള വെച്ചിട്ട് അപ്പോഴത്തേന് ഭയങ്കരമായിട്ട് പൊടിയായി. അപ്പോൾ ഇതുകൊണ്ടാണ് ആ പ്രൊഡക്ഷൻ കുറവെന്ന്. ഇനിയിപ്പോൾ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് നോക്കാം. ഒരുപാട് അഴുക്കുണ്ട് കേട്ടോ. ഈ പൊടി മാത്രമല്ല കേട്ടോ, ഈ പക്ഷികളെ കാഷ്ടം ഒരുപാടുണ്ട്. ഇത് പോവാനായിട്ടുണ്ടല്ലോ ഒരച്ചനെ കഴുകേണ്ടി വരും. 6 മാസമൊക്കെ എത്തുമ്പോൾ പ്രാവശ്യം കഴുകി കഴിഞ്ഞാൽ ഓക്കെ ആവും. എടുത്താ കഴുകിയ അപ്പം എന്ത് ക്ലീനാണ്, അഴുക്കൊക്കെ പോയിട്ട് അല്ലേ, ചില്ല് പോലെ. ഇടയ്ക്കിടയ്ക്ക് കഴുകണം കേട്ടോ. സിമ്പിളാണ്, അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് പ്രഷർ വാഷറൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒരു മഫ് അല്ലെങ്കിൽ ഒരു തുണി വടി കെട്ടിയിട്ട് കുറച്ച് സോപ്പ് വെള്ളത്തിൽ മുക്കിയിട്ട് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം ക്ലീനായി. അപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടാ കണ്ടില്ലേ ഇപ്പോഴത്തെ മുമ്പത്തെ തമ്മിലുള്ള വ്യത്യാസം. ഒരുപാട് ചെളി ഉണ്ടായിരുന്നട്ടാ. പിന്നെ ഈസി അല്ല അത് കഴുകൽ. ശരിക്കും നമ്മൾ തുടച്ച് കഴുകിയില്ലെങ്കിൽ അത് പോവില്ല. ഈ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. പിന്നെ ഇത്രയും കാലം ഞാൻ ഉപയോഗിച്ച സോളാറിൻ്റെ റിവ്യൂ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ.